എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മുഖവരിയൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞോ എന്ന്. അന്നേരം മനു പറയുവാണ്, ആൻറ്റിയെ നാളെ ഡിസ്ചാർജ് ചെയ്യും, ആൻറ്റി ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്, അതാണ് പ്രശ്നമെന്ന്. അന്നേരം ആഹാ അങ്ങനെയാണോ, ആയിക്കോട്ടെ, ഏതായാലും തന്നെ ജീവിച്ചൊക്കെ പഠിക്കട്ടെ, അതും നല്ല കാര്യമാണ് എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം മനു പറയും, അതല്ല അങ്കിളെ, വേറൊരു പ്രശ്നമുണ്ട്. ആൻറ്റിയെ അങ്ങനെ ആൻറ്റിയുടെ ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ചിട്ടില്ല അച്ഛനും വലിയച്ഛനും ഒന്നും. അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ചാണെങ്കിലും ഇവിടെ തന്നെ കൊണ്ടുവിടാനാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ ആൻറ്റി എങ്ങനെ പെരുമാറും എന്ന് അറിയില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ്, അവൾ എങ്ങനെ പെരുമാറും എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെ പെരുമാറും എന്ന് ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, അതെ അറിയണം, അങ്കിളിൻ്റെ സ്റ്റാൻഡും അറിയണം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. അലീനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടിയേല, അതോ ഉണ്ടാകുന്ന കാര്യമല്ല. അതുപോലെ ഇനി അങ്ങോട്ട് ബാലേന്ദ്രൻ്റെ ഭാര്യ സ്ഥാനത്ത് വൈജയന്തി ഉണ്ടാകില്ല, അവളെ ഞാൻ ഭാര്യയായിട്ട് കാണിയേല. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പുറത്തേക്ക് പോകുന്നു. ആകെ ടെൻഷനിൽ ഇതെങ്ങനെ ഒന്ന് സോൾവ് ആക്കും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുവാണ് മനു. പിന്നെ കാണിക്കുന്നത് മനുവും ബബിതയും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. മനു വന്നിട്ട് ഇത്രയും നേരമായി അലീന അറിഞ്ഞില്ലായിരുന്നു, അലീന പുറകിൽ കല്ലിൽ തുണി കഴുകുമായിരുന്നു. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, ഇതെന്താ കല്ലിൽ തുണി കഴുകുന്നത്, ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അതേ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ വാഷിംഗ് മെഷീൻ നിലവിൽ ഒരു പ്രശ്നമില്ല, കഴുകിയെടുത്തിട്ടുണ്ട് എന്ന് പറയും. അന്നേരം മനു ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വാഷിംഗ് മെഷീൻ എങ്ങനെയാണ്, കൊടുക്കുന്നുണ്ടോ, വാങ്ങിക്കാനാണ് എന്ന്. അന്നേരം അറിയത്തില്ല, ഉടമ നല്ല കാശ് കൊടുത്ത് ഇവിടെ വെച്ചേക്കുന്ന വില കൊടുത്ത് ഇവിടെ വെച്ചേക്കുന്ന സാധനമാണ്, അതുകൊണ്ട് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറയുക. അന്നേരം ഇവരുടെ ഈ സംസാരമൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ബബിതയ്ക്ക്. ബബിത എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ, നീ പോകല്ലേ, നീ എവിടെ ഇരിക്കുക, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുക. അന്നേരം ഞാൻ എന്തിനാ വെറുതെ കട്ടുറുമ്പാകുന്നത് എന്ന് ബബിത പറയുമ്പോൾ, നീ അവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് മനു പറയും. എന്നിട്ട് മനു അലീനയോട് പറയുവാണ്, നാളെ ആൻറ്റി ഡിസ്ചാർജ് ആകും, ഇങ്ങോട്ട് വരുമെന്ന്. അന്നേരം ഇങ്ങോട്ടോ എന്നിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട് അലീന. അന്നേരം മനു പറയും, അതെ ഇങ്ങോട്ടാണ് വരുന്നത്, ഇങ്ങോട്ട് വന്നാൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാം എന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, ആൻറ്റി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു മില്ലിമീറ്ററിന് വിട്ടു തരില്ല ആൻറ്റി. അതുപോലെ തന്നെ അങ്കിളും അങ്കിളിൻ്റെ കാര്യങ്ങൾ സ്റ്റാൻഡ് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡാക്കി കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ 4 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അലീനയും കൃഷ്ണമോളും രോഹിത്തും ബബിതയും ഒരുമിച്ച് തന്നെ നിൽക്കണമെന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2 പേരിൽ ഒരാളെ ഈ വീട്ടിൽ കാണുകയുള്ളൂ എന്നൊരു സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്നു. അന്നേരം ബബിതയും പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്മയെ ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവിട്ടാലും അത് കഴിയുമ്പോൾ അമ്മ പോകും, ഒരു വാടക വീട് എടുത്തിട്ട് 3 മാസത്തെ വാടകയും കൊടുത്തിട്ടേക്കുവാണ്, അതുകൊണ്ട് ഇതൊന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് ബബിത പറയുമ്പോൾ മനു പറയുന്നുണ്ട്, പറ്റും, നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പറ്റും, നിനക്ക് അലീനയുടെ ഒപ്പം നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അവൾ തലയാട്ടുന്നുണ്ട്. അത് പറ്റില്ല എന്നാണോ പറ്റുമെന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് അത്രയ്ക്ക് ക്ലിക്കായില്ല. ഏതായാലും തലയാട്ടുന്നുണ്ട് ആ ശതി. അത് കണ്ട് ഒരു നെടുവീർപ്പോട് നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. പിന്നീട് വൈജയന്തിയും കാണിക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേഴ്സ് പിടിച്ച് നടത്തിക്കുക. അന്നേരം എന്നെ പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നോളാം എന്ന് പറയുമ്പം എനിക്ക് കുഴപ്പമില്ല, ഞാൻ വേണേൽ സഹായിക്കാം എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പം താനും കൂടി എൻ്റെ കൂടെ വരേണ്ടി വരും, പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അവരങ്ങ് വിടും കേട്ടോ. എന്നിട്ട് പയ്യെ കൈക്ക് ബലം കൊടുത്ത് ഒരു വിധവും എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അഹങ്കാരം ഹുങ്കൊക്കെ മുഖത്ത് കാണാവേ. വീണ് പോയടുത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നല്ലോ, അതിൻ്റെ ഒരു ഉണർവ്. ഏതായാലും അങ്ങനെ നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് ആ ബ്രോക്കർ വരുന്നത്. ബ്രോക്കർ വന്നു കഴിയുമ്പോഴത്തേക്കും വൈജയന്തി ചോദിക്കുവാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, ഇനി താമസിക്കാൻ പറ്റത്തില്ല, നാളെ തന്നെ ഞാൻ ഡിസ്ചാർജ് ആകുമെന്ന് പറയുമ്പം എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവും കാണിയില്ല, അതെ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് താക്കോലെടുത്ത് കയ്യിലോട്ട് കൊടുക്കും. ആ താക്കോല് കൈ മേടിച്ച് കഴിയുമ്പോഴും ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോടെയാണ് കേട്ടോ വൈജയന്തി നിൽക്കുന്നത്.
തോന്നുന്നത് വൈജയന്തി ഇതുവരെ ജയിച്ചാണ് നിൽക്കുന്നത് എന്നാണ് വൈജയന്തിയുടെ ഭാവം. ആ മുഖഭാവം കണ്ട് അങ്ങനെ തോന്നും. ഏതായാലും താക്കോല് കൊടുത്തതിന് ശേഷം ബ്രോക്കർ ചോദിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ കാണില്ലേ എന്ന്. അന്നേരം വൈജയന്തി ചോദിക്കും അതെന്താ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ അവിടെ താമസിക്കാൻ പറ്റത്തില്ലേ, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പം അല്ല ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ജീവിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, താൻ പോകാൻ നോക്ക്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഏതായാലും അങ്ങേര് പോകുന്നുണ്ട്. വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്നത്, കയറി താമസിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അലീനയും കൃഷ്ണമോളെയാണ്. രണ്ടുപേരുടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരുവാണ്. അപ്പോൾ രോഹിത്ത് തളർന്നിങ്ങനെ കിടക്കുവാണല്ലോ. അപ്പം കൃഷ്ണമോള് അവിടെ വെച്ചേക്കുന്ന ഫുഡൊക്കെ എടുത്തു നോക്കും, ഒന്നും തൊട്ടിട്ട് പോലുമില്ല. ഇതൊന്നും കഴിച്ചിട്ടില്ല ചേച്ചി എന്ന് പറയുമ്പം അലീന കൃഷ്ണമോളോട് പറയും അതെല്ലാം എടുത്ത് താഴേക്ക് കൊണ്ടുപോകും, അതെല്ലാം തണുത്ത് പോയില്ലേ, ഇനി ഉപയോഗിക്കാൻ കൊള്ളില്ല, കൊണ്ടുപോകും എന്ന് പറയും. കൃഷ്ണമോൾ അതെല്ലാം എടുത്തുകൊണ്ടങ്ങ് പോയി കഴിയുമ്പം അലീന വന്ന് രോഹിത്തിനെ തൊട്ട് നോക്കും. അന്നേരം എന്നെ തൊടണ്ട എന്ന് പറഞ്ഞ് കൈ തട്ടിക്കളയുമ്പോൾ അങ്ങനെ കൊള്ളിയല്ലോ, നിനക്ക് പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്, നീ അവിടെ മര്യാദയ്ക്ക് കിടന്നേ എന്ന് പറഞ്ഞ് പിന്നെയും തൊട്ട് നോക്കുവാണ്. അന്നേരം നല്ല പനിയുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ ബാലേന്ദ്രനെ വിളിക്കും. ബാലേന്ദ്രൻ വന്ന് നോക്കിയിട്ട് ഇത് നല്ല പനിയുണ്ടല്ലോ, എടാ രോഹിത്തെ എഴുന്നേറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല, എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ വരില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം അലീന ബാലേന്ദ്രനോട് പറയും എങ്കിലൊരു കാര്യം ചെയ്യാം, അച്ഛൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ എന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അങ്ങ് പോവും. അത് കഴിഞ്ഞ് തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടല്ലേ, ഇവരിങ്ങനെ തളർന്ന് കിടക്കുന്ന കാണുമ്പോൾ ആകെ വിഷമമാകും അലീനയ്ക്ക്. അതുകൊണ്ട് അലീന കബോർഡിൽ നിന്ന് ഒരു ടവലെടുത്ത് നനച്ച് അത് നെറ്റി കൊണ്ടിടുവാണേ. അന്നേരം തട്ടിക്കളയാൻ തുടങ്ങുക. അന്നേരം രോഹിത്തെ നീ മര്യാദയ്ക്ക് ഇരുന്നോളാം, നീ ആരോടായി വിദ്വേഷമൊക്കെ കാണിക്കുന്നത്, ഞാൻ നിൻ്റെ സഹോദരിയാണ്, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ DNA ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ബലം പ്രയോഗിച്ച് അത് നെറ്റി വെക്കുന്നു. തട്ടിക്കളയുമ്പോൾ നീ ബലം പ്രയോഗിക്കുക എന്നോ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും വെക്കുന്നുണ്ട്. അത് തട്ടിക്കളയാൻ നോക്കുമ്പോൾ നീ നല്ല തല്ലി മേടിക്കും, മര്യാദയ്ക്കിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അത് വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് ഉണങ്ങി പോവുകയാണ്, നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെയും നനച്ച് വയ്ക്കും. അതിനിടയ്ക്ക് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. കൃഷ്ണമോൾ ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ ടവലിനിടയ്ക്ക് ഐസ് ക്യൂബൊക്കെ വെച്ച് നെറ്റിയിൽ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ ഡോക്ടറെ കൊണ്ടുവരും. ഡോക്ടർ വന്ന് ഇറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് ട്രിപ്പ് ഇടേണ്ടി വരുമോ എന്ന് അറിയത്തില്ലല്ലോ, ഞാൻ ട്രിപ്പ് എടുക്കാൻ മറന്നുപോയി ധൃതിക്ക് ഇറങ്ങിയതുകൊണ്ട് എന്ന്. അന്നേരം ബാലചന്ദ്രൻ പറയും ഡോക്ടർ വന്ന് നോക്ക്, എന്നിട്ട് ഇനിയിപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം എന്ന് പറയും. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരകത്തോട്ട് കയറി വരുമ്പം കൃഷ്ണമോള് വാതിക്ക് നിൽപ്പുണ്ട്. മോളെ അലീന എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം മോളിൽ റൂമിലുണ്ട് എന്ന് പറയും. അങ്ങനെ അവർ റൂമിലേക്ക് വരുവാണ്. ഡോക്ടർ റൂമിൽ വന്നതിന് ശേഷം പരിശോധിച്ചൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ മാറ്റാമെന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ, പേഷ്യൻറ്റിന് അത് ഇഷ്ടമല്ല, പേഷ്യൻറ്റ് നമ്മുടെ കൂടെ വരികയില്ല എന്ന് പറയും. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് വൈറൽ പനിയാണ്, നന്നായിട്ട് നോക്കണം, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം, അതുപോലെ ആൻറ്റിബയോട്ടിക് തരാം, അതൊക്കെ നന്നായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുമ്പം അതൊക്കെ ചെയ്തോളാം എന്ന് അലീന പറയുന്നുണ്ട്. പിന്നെ കുടിക്കാൻ പാകത്തിന് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും. അലീന ഓടി ഇറങ്ങിപ്പോയി കൃഷ്ണമോളോട് കെറ്റിലിൽ വെള്ളം ചൂടാക്കി എടുക്കാൻ പറയുന്നു. ആ വെള്ളമായിട്ട് അലീന മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ORS ആണെന്ന് തോന്നും, ക്ഷീണമല്ല, തളർന്ന് കിടക്കുക, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. ഏതായാലും അതൊക്കെ കലക്കി ഡോക്ടർ തന്നെ അവൻ്റെ വായിലോട്ട് നിർബന്ധിച്ച് ഒഴിച്ച് കുടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ കഥ. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അലീന രോഹിത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ഭക്ഷണം കൊടുക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ മനുവും ശിവനും കൂടെ സംസാരിക്കുന്നുണ്ട് വൈജയന്തിയുടെ സ്വഭാവത്തെപ്പറ്റിയും. ഇനിയിപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവിട്ട് കഴിഞ്ഞാലും ഈ മല്ലി സ്വഭാവമായിരിക്കില്ല കാണിക്കുന്നത്. ബാലേന്ദ്രൻ്റെ സ്റ്റാൻഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മനു. അതുപോലെ അതിനിടയ്ക്ക് രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. രേവതിക്കുട്ടി മാമച്ചാനോ ഗ്രേസിയമ്മയ്ക്കോ ആർക്കോ എന്തോ അസുഖമുണ്ട്, അത് രേവതിക്കുട്ടിയോട് മറച്ചു വെച്ചേക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സങ്കടത്തോടെ വിളിച്ച് പറയുന്നുണ്ട്. അത് അലീനയുടെ ഫോണായിരിക്കും, കൃഷ്ണമോള എടുക്കുന്നത്. അന്നേരം കൃഷ്ണമോള ആശ്വസിപ്പിക്കുന്നുണ്ട് അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരിക്കില്ലെന്നേ, അതുകൊണ്ടായിരിക്കും കാണിക്കാതിരുന്നത്, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും അത് കഴിഞ്ഞ് രേവതിക്കുട്ടി സങ്കടത്തോടെ ഗ്രേസിയമ്മയെ കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.